ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കി പാർട്ടി സസ്പെൻഡ് ചെയ്തു. അങ്ങനെ രാഹുൽ ഇപ്പോൾ പുറത്തു നിൽക്കുകയാണ്. ഇവിടെ നേതാക്കളൊക്കെ തന്നെ താങ്കൾ പറയുന്നു ആരെയും സംരക്ഷിക്കുന്ന ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടി കൈക്കൊള്ളില്ല, ഞങ്ങൾ അതിന് നടപടി എടുത്തിട്ടുണ്ട്. ഇത്ര അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പിന്നെ സജന മറ്റൊരു പരാതി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ AICCക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ. അതിന്റെ ആവശ്യം എന്തായിരുന്നു? ഞാനിത് കുറച്ചു മുൻപ് തന്നെ വ്യക്തമാക്കിയതാണ്. ഞാൻ പരാതി കൊടുത്തിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാലക്കാട് പോലൊരു ജില്ലയിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ക്ഷണമോ ഒന്നുമില്ലാതെ തന്നെ തിരഞ്ഞെടുപ്പ് സമയത്ത് പാലക്കാട് പോലൊരു ജില്ലയിൽ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് പാർട്ടിക്ക് വളരെയധികം ദോഷം ചെയ്യുമെന്നുള്ളത് ചൂണ്ടിക്കാട്ടിയും അദ്ദേഹത്തിനെ അതുകൊണ്ട് തന്നെ ഈ ഒരു ആരോപണം നേരിടുന്ന സമയത്ത് അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണോ അതോ വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ഈ വിഷയത്തിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട് അവരുമായി ചർച്ച ചെയ്യണം എന്നാണോ താങ്കൾ ആവശ്യപ്പെട്ടത്? രണ്ടാണല്ലോ. ഇപ്പോൾ രാഹുലിനെ മാറ്റി നിർത്തണം എന്നതല്ല താങ്കൾ പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത്. വനിതാ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഇതിലൊരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ഇതിൽ അതിജീവിതയെ കണ്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് നേരിൽ കണ്ട് ചർച്ച ചെയ്യണമെന്നും താങ്കൾ ആവശ്യപ്പെട്ടു എന്നാണ്. എന്തായിരുന്നു അതിന്റെ ആവശ്യം? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആവശ്യങ്ങളും ഞാൻ ഉന്നയിച്ചിരുന്ന കാര്യം, ഇതുപോലെ ഒരു ആരോപണം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അദ്ദേഹം തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി ഇറങ്ങുന്നു. ഈ ആരോപണം നേരിട്ട ഈ സമയത്ത് ഇത്രയും നാളായിട്ട് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന്, അതായത് AICCയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാൻ നടപടി എടുത്തു എന്നുള്ളതിൽ ഒതുങ്ങി നിന്നു എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. തുടർന്ന് ഒരു അന്വേഷണ കമ്മീഷൻ, ദേശീയ വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ആ കുട്ടികളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവരിൽ നിന്നും പരാതിയിൽ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ തന്നെ അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതുണ്ട് എന്നുള്ളതും ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്ന കാര്യം.